ഞാനിപ്പോൾ ഉള്ളത് കാസർഗോഡ് കുമ്പളയിലാണ്. കുമ്പളയിൽ ഒരു ചേച്ചി നടത്തുന്ന ഒരു തട്ട് കടയുണ്ട്. അവിടെ പോയിട്ട് ഞാൻ തിന്നിട്ട് പൈസ ഇല്ല എന്ന് പറയുന്നത് ഒരു വിശപ്പിൻ്റെ ഒരു വീഡിയോ ആണ്. നിങ്ങളെല്ലാവരും വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക. ഒരു മെസ്സേജ് ആയിട്ട് നിങ്ങൾ കണ്ടാൽ മതി. നമ്മൾ സ്വന്തം ചേച്ചി. ഓക്കെ, വീഡിയോ കാണാം. മാത്രം നീ ഇത് വാച്ചെല്ലാം കിട്ടുന്ന സീനില്ല. ചേച്ചി എന്തോ കേട്ടുണ്ട് ചേച്ചിണ്ട് ഇതിൽ എന്ത് കഴിക്കാനുണ്ട്? കപ്പുണ്ട്, പഴംപൊരിയുണ്ട്, കൽത്തപ്പുണ്ട്, ഉണ്ണിയപ്പുണ്ട്, പിന്നെ പൊറോട്ടയുണ്ട്, ദോശയുണ്ട്. കുഞ്ഞിവിടെ ഉണ്ടാക്കുന്ന എൻ്റെ പൈസ ഇല്ല. ഞാൻ എറണാകുളത്ത് വരുന്നത് അതെല്ലാം തിന്നാൻ വരും. എന്താ ട്രെയിനിൽ ബച്ച് ചേച്ചി അങ്ങനെ കൊടുക്കണ്ടേ ചേച്ചി? ഇതെല്ലാം ഉടായിപ്പുണ്ടാവും. പണിയെടുക്കാണ്ട് നോക്കണേ. നല്ല തടിയും ഇതെല്ലാം ഉണ്ടല്ലോ, പണിയെടുത്ത് തിന്നാണ്ട് എല്ലാം ഉടായിപ്പോയിട്ടുണ്ടാവും. ഞാൻ പണിയിലുള്ളതാണ് എറണാകുളത്ത് പണിയിലുള്ളത്. ട്രെയിനിൽ ഒന്നും കിട്ടിയിട്ടില്ല ഭക്ഷണം, പൈസ ഇല്ല എൻ്റെ കയ്യിൽ. പണി അവിടെ പോയിട്ട് പണി ശരിയായി. എന്തെങ്കിലും പൈക്കുന്നു, നല്ല പൈക്കുന്നു, എന്തെങ്കിലും തരും. കൊടുക്കണ്ടി കൊടുക്കല്ല. നല്ല തടി കൂടി ഉണ്ട്. പണിയെടുത്താൽ കയ്യിലാണ് പോയിട്ട് നല്ല തടിയെല്ലാം ഉണ്ട്. അല്ലാതെ പണിയെടുത്ത നല്ല തിന്നാൻ കഴിയില്ല. പണിയെടുക്കാൻ ഇവിടെ ചേച്ചിൻ്റെ എല്ലാം എന്തെങ്കിലും തിന്നാൻ തരും. പൈക്കുന്നു പണിയെടുത്താൽ കയ്യിലാണ് പോയിട്ട് ഇത്തരത്തിൽ ഇവിടെ ഇതാക്കി പോയി ചങ്ങ ഇതാ പണിക്കിക്കും വെറുതെ. ഓക്കെ ഒരു സൈഡ് നിൽക്കുക. അവിടെ പൊട്ടി കാണണ്ടേ? ഇന്നെന്തുണ്ട് ചേച്ചി? ആയാ ഞാൻ കഴിഞ്ഞാറല്ലേ? എനിക്കെന്താണോ ബൈക്കുന്നു? Mana? Kari jeli kottittu kinnanda karinde kinna kodinga adar chechille acha dosa kodutille orti kari kari nanya dulu. നല്ല തടി കിടിയല്ല പണിയെടുത്ത് അതുണ്ട്. ആ പൈസ ഉണ്ടാവില്ല അല്ലേ? അറിയാം. ചേച്ചി 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 കോയിന്റെ അറിയണം. ചേച്ചി കോയിന്റെ കാര്യം വേണമല്ല.
കോയിൻ്റെ കറിയില്ല. പച്ചക്കറി ഞാൻ കൂട്ടുന്നില്ല. പച്ചക്കറി കൂട്ടില്ല ചേച്ചി. മീൻ കറി കൂട്ടില്ലേ? മീൻ കറി കേട്ടാ. ആ മീൻ കറി മീൻ കണ്ടില്ല ഇത്. ചേച്ചി ഇങ്ങോട്ട് കൊണ്ടുവാ. ചേച്ചി ചേച്ചി കൊണ്ടുവേണ ചേച്ചി. ആ കൊണ്ടുവാ. ചേച്ചി എന്തോ കേക്ക്. ചേച്ചി ഒരു ചായ തരുമോ? പൈസ ഉണ്ടോ? പൈസ ഉണ്ടോ? പൈസ ഇല്ല. പൈസ ഇല്ല. ചായ കൊടുക്കണല്ലോ. ഓരോ മനസ്സും നല്ലതായ കൊണ്ടില്ലേ ചായ കൊടുക്കല്ലേ? ഉണ്ടാവില്ല. അല്ല നല്ല തടിയും കിടിയെല്ലാം ഉണ്ട്. പണി എടുത്തിട്ട് അടങ്ങി നിന്നാലോ. എന്തോ വിളിക്കുന്നു? എന്ത് ചേച്ചിൻ്റെ ഞമ്മ ആളല്ലോ. നമ്മളെ ചെല്ലിയ എന്ത് വേണ്ടിയ? ചേച്ചിനെ വിളി. ചേച്ചിനെ വിളിക്കുക. ഞമ്മ ചെല്ലിയ ചേച്ചിനെ വിളിക്കണല്ലോ. ചേച്ചിനെ വിളിക്കും. നമ്മളെ കയറില്ല. ചേച്ചിൻ്റെ ചേച്ചി യൂട്യൂബ് ചാനലിൽ ഒരു ബാക്ക് ചെയ്ത് ഞങ്ങളില്ലേ ഒരു ചാനൽ നിങ്ങളെ മനസ്സ് എങ്ങനെ ഉണ്ട് ആ ഒരു ഞമ്മ സെറ്റ് ആക്കി. എല്ലാ നാട്ടിൽ ഇങ്ങനെ പോകുന്നു കാസർഗോഡ്. നിങ്ങളെ നല്ല മനസ്സില്ലേ, അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഓന് പറഞ്ഞ ചേച്ചിയുടെ ഇവിടെ ഇങ്ങനത്തെ ഒരാള് തീർച്ചയായിട്ടും കഴിക്കും. അല്ല എന്റെ മക്കളും അതേ പ്രായത്തിന്റെ മക്കള്. നിങ്ങളെ മനസ്സ് നോക്കിയത് അതാ ഇങ്ങനെയുള്ളവരെ എന്ത് പറയാനുള്ളത് ചേച്ചി റിയൽ ആയിട്ട് തോന്നിയ പെരുന്നാൾ എങ്ങനെ അൽപ്പാക്കലുണ്ടല്ലേ? എന്റെ മക്കളുണ്ട്. തടി ഉണ്ടല്ലോ പണിയെടുക്കുന്നല്ല ശരിയില്ല. അപ്പൊ നിങ്ങക്ക് ആ മനസ്സ് എന്തോ ഞാൻ ഇപ്പൊ പറഞ്ഞില്ല ഓനെന്ത് തടിയുണ്ട് എത്ര എനിക്ക് പണിയെടുക്കും. നമ്മളെ മക്കൾ എവിടെ പോയാലും ഭാഗ്യാലും ആരെങ്കിലും സഹായിക്കും ഇതേപോലെ. അതുകൊണ്ട് ചേച്ചി ആ മനസ്സ് ദൈവം കാക്കും. ഓക്കെ ഇനി ഇനിയില്ല ഇനി റിയൽ ആയിട്ട് പിടിച്ചതാ ചേച്ചി. ഇനി റിയൽ നിങ്ങൾ കുമ്പളയിലേടെ ദിയ ഹോട്ടൽ പണ്ടളേ ഉണ്ട്. എത്ര കൊല്ലായി? 35 കൊല്ലായി. നമ്മളെ ആളെ ചായ ഇതല്ലേ കാര്യമായ ചായ നല്ല ചായ. നമ്മുടെ ചേച്ചിന്റെ അതേപോലത്തെ നമ്മളെ പണിക്കാർ നല്ല മനസ്സ്. ഓക്കെ ഇത് നിങ്ങൾക്ക് തരാനുള്ള കാരണം എന്താ? ഞങ്ങൾക്ക് ഭക്ഷണം തരാൻ തോന്നി. അതാ എന്റെ മക്കളെ സ്റ്റേജിൽ അത് കൊടുത്ത് ഞാൻ കാനഡയിൽ പഠിക്കുന്ന, ഒന്ന് റഷ്യയിൽ പഠിക്കുന്ന MBBS ഇപ്പൊ. അപ്പൊ ഇത് എത്ര വർഷമായി? ഇത് 33 വർഷമായിക്കൊണ്ട്. 33 വർഷമായി. കച്ചവടം എല്ലാം ഉണ്ടാ? ആ ഉണ്ട്. ഇങ്ങനെയുള്ള ഒരു മനസ്സുള്ളത് കൊണ്ടാ കച്ചവടം ഉണ്ടാകും. ചേച്ചിന്റെ ഒരു നല്ല മനസ്സ്. അപ്പോൾ നമ്മളെ ചാനല് തിരിച്ചെത്തിൻ്റെ ചങ്ങായിൻ്റെ നമ്മളെ ചാനലിൻ്റെ ഒരു ഗിഫ്റ്റ് ഒരു ലോഷൻ മറിയത്തിൻ്റെ. ഓക്കെ നല്ല ഉഷാറാട്ട് കച്ചവടം. ഓക്കെ ഓക്കെ അല്ലല്ല അതെന്തിനല്ല അത് ഇത് ഇതാണ് ലൊക്കേഷൻ ചേച്ചി. കുമ്പളയിൽ ടൗണിൽ തന്നെ റെയിൽവേ സ്റ്റേഷൻ റോഡ്. അപ്പോൾ എല്ലാവരും നിങ്ങൾ വന്നിട്ട് സപ്പോർട്ടാക്ക്. എന്ത് കഞ്ഞിൻ്റെ ഹോട്ടൽ DA കഞ്ഞിൻ്റെ ഹോട്ടൽ ചേച്ചിനെ എല്ലാവരും സപ്പോർട്ടാക്കി. അപ്പോൾ എല്ലാവരും ഒരു സ്നേഹം മാത്രം. ഓക്കെ.